ഒരു യുഗത്തിന്റെ സൂര്യനസ്തമിച്ച മണ്ണിൽ ജനസാഗരത്തിന്റെ കണ്ണീർ കാഴ്ചകൾക്കിടയിൽ ഇന്ന് ആ ഭൗതികദേഹം മണ്ണിലേക്ക് മടങ്ങുകയാണ്. ആയത്തുള്ള അലി ഖംനി എന്ന പടനായകന്റെ ജന്മനാടായ മഷ്ഹദിൽ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ ലോകം മറ്റൊന്നുകൂടി കണ്ടുകെട്ടോ ഇന്നലെ. വെറും 50 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ആ ദൃശ്യം ഒരു വലിയ യുദ്ധത്തിന്റെ ബാക്കി പത്രമാണ്. ഖാംനിയുടെ വസതിയോട് ചേർന്നുള്ള ഇമാം ഖുമൈനി ഹുസൈനി എന്ന പ്രാർത്ഥനാമുറി ഇന്ന് വെറും ഒരു മൺകൂനയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങൾ വർഷിച്ച തീഗോളങ്ങളിൽ വളഞ്ഞുപോയ ഇരുമ്പു തുണികളും മണ്ണിൽ പുതഞ്ഞുകിടക്കുന്ന മേൽക്കൂരയുടെ അവശിഷ്ടങ്ങളും ഒരു ജനതയുടെ നെഞ്ചുപൊള്ളിക്കുന്ന ദൃശ്യങ്ങളായി ചരിത്രത്തിൽ ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരിയിലെ ആ കറുത്ത ദിനത്തിൽ പൊലിഞ്ഞുപോയത് ഒരു നേതാവ് മാത്രമല്ല കേട്ടോ, ഒരു രാജ്യത്തിന്റെ പരമാധികാരം കൂടിയായിരുന്നുവെന്ന് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആയത്തുള്ള അലി ഖംനിയുടെ ചടങ്ങുകൾ തെഹ്റാനിൽ തുടങ്ങി കോം നഗരം പിന്നിട്ട് ഇറാഖിലെ പുണ്യഭൂമിയായ കർബലയിലെ പ്രാർത്ഥനകൾക്കു ശേഷമാണ് ആ വിലാപയാത്ര ജന്മനാട്ടിൽ തിരിച്ചെത്തിയത്. ഒരാഴ്ച നീണ്ട കണ്ണീർ കടലിനൊടുവിൽ ഇന്ന് മഷ്ഹദിന്റെ മണ്ണ് ആ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങുകയാണ്. പക്ഷേ ഒരു വിടപറച്ചിലിന്റെ ശാന്തതയല്ല ഇന്ന് ആ മണ്ണിലുള്ളത്, മറിച്ച് വിനാശകരമായ ഒരു മഹായുദ്ധത്തിന്റെ കാഹളമാണ്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ കത്തിയെരിയുന്നു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും US കേന്ദ്രങ്ങളെ ഇറാന്റെ മിസൈലുകൾ പ്രതിരോധിക്കുമ്പോൾ മറുപടിയായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ വ്യോമാക്രമണം ശക്തമായി തുടരുന്നു. ഇടക്കാല വെടിനിർത്തലിന്റെ കരാർ അവസാനിച്ചതായി പോലുമാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.